ശരി, സാജിദ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, പോളിംഗിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ജില്ലയിൽ എന്തൊക്കെ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ? ധന്യ, കോഴിക്കോട് ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് സാമഗ്രികളുമായി പോളിംഗ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ സഹ ഉദ്യോഗസ്ഥരും അവരുടെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോയിട്ടുണ്ട്. വൈകിട്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് അവരുള്ളത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദ പ്രചരണത്തിന്റെ ഒരു അവസാന മിനിറ്റുകളിൽ അവരുടെ ഇതിലുള്ള പ്രചരണങ്ങളിൽ വിട്ടുപോയ വീടുകൾ, പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കയറി പോകാനും വോട്ട് ചോദിക്കാനും അതോടൊപ്പം തന്നെ വോട്ടിംഗ് സ്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യം നൽകിക്കൊണ്ട് വോട്ടർമാരെല്ലാവരും പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നൊരു അവസാനഘട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത്. കോഴിക്കോട് ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ പോരാട്ടം ഇവിടെ LDFും UDFും തമ്മിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയും അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പൊതുവേ LDFിന് നല്ല മേൽക്കൈയുള്ളൊരു ജില്ലയാണ്. ജില്ലാ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അതിൽ 27 സീറ്റുകൾ 18 സീറ്റുകളും ഉള്ളത് LDFിനാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ 75 സീറ്റിൽ 50 സീറ്റും നിലവിലുള്ളത് LDFിനാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDFിന് ഒരു മേൽക്കൈയുള്ളത്. പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും LDFിന്റെ കയ്യിലാണ്. അതേസമയം ഇത്തവണ ഒരു ചിത്രത്തിന് വ്യത്യാസം വരുത്തണം എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDFിന്റെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയും LDF അവരുടെ മേധാവിത്വം മേൽക്കൈ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട്. നമുക്ക് വലിയ തോതിലുള്ള പ്രചരണ കോലാഹലങ്ങൾ എല്ലായിടത്തും നടന്നു. കോർപ്പറേഷനിലാണെങ്കിൽ ശക്തമായ പോരാട്ടമാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, ലഭ്യമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി തന്നെയാണ് രണ്ടു കൂട്ടരും പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മുസാഫർ അഹമ്മദിനെ മുൻനിർത്തി ആണ് LDFിന്റെ കോർപ്പറേഷനിലെ പോരാട്ടം നടന്നത്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ സ്ഥാനാർത്ഥികളുമായി വീണ്ടും ഒരുപക്ഷെ 50 എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ എണ്ണം കൗൺസിലർമാരെ കിട്ടിയില്ലെങ്കിൽ പോലും സേഫായിട്ട് തന്നെ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വമുള്ളത്. UDF ആണെങ്കിൽ നിലവിലെ അവസ്ഥയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ഒരുപക്ഷെ കോർപ്പറേഷൻ പിടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിലാണ് അവിടെ മുന്നോട്ട് പോക്ക്. കോർപ്പറേഷൻ പിടിച്ചാലും ഇല്ലെങ്കിലും UDFിന്റെ കൗൺസിലർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് കോർപ്പറേഷനിൽ വരുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPക്ക് ചില വാർഡുകൾ നഷ്ടപ്പെട്ടാൽ പോലും മറ്റു ചില വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ട് അവരും സാമാന്യ നല്ലൊരു പ്രകടനം ഒരുപക്ഷെ കോഴിക്കോട് കോർപ്പറേഷനിൽ കാഴ്ചവെക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ ഒരുപക്ഷെ പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് ദൃശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപക്ഷെ പുതുതായി രൂപീകരിക്കപ്പെട്ട കാരശ്ശേരി ഡിവിഷനാണെങ്കിലും അതോടൊപ്പം തന്നെ മേപ്പയൂർ ഡിവിഷനാണ്. ഒരുപക്ഷെ LDFിന്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണെങ്കിൽ പോലും ശക്തമായ പോരാട്ടം നടക്കുന്നതാണ് മേപ്പയൂർ ഡിവിഷൻ. തിരുവമ്പാടി ഡിവിഷൻ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഉള്ളേരിയിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ചോറോട് പതിവിൽ ഒരുപക്ഷെ വലിയ തോതിൽ വലിയ പിന്നെ മേൽക്കോയ്മ അല്ലെങ്കിൽ വലിയ പോരാട്ടത്തിലേക്ക് പോകാത്ത ചോറോട് ഡിവിഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഷഹീനാണ് മത്സരിക്കുന്നത്. അവിടെ അങ്ങനെ നിരവധി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കടലുണ്ടി ഡിവിഷൻ MSFിന്റെ യുവ നേതാവ് MS ഹരിത നേതാവ് മത്സരിക്കുന്ന അഫീഫ മത്സരിക്കുന്ന കടലുണ്ടി ഡിവിഷൻ, അങ്ങനെ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വരെ ജില്ലാ പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന കാര്യം LDF UDFും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോരാട്ട ചിത്രം വളരെ വ്യക്തമാണ്. പല പഞ്ചായത്തുകളും നമുക്കറിയാം ചെറിയ 1-2 വാർഡുകൾ